നമസ്കാരം. നമ്മളിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മൊബൈൽ ഫോണിൽ നമ്മൾ അറിയാത്ത, അദൃശ്യനായ, നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു അതിഥിയുണ്ട്. നമ്മൾ എന്ത് വാങ്ങണം, നമ്മൾ എന്ത് കാണണം, നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ ആരോട് സംസാരിക്കണം എന്നുപോലും ഈ അതിഥി തീരുമാനിക്കുന്നു. AI ലോകം നശിപ്പിക്കും എന്ന് കേട്ട് നമ്മൾ ഭയന്നിരിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറയായി. അങ്ങനെ നമ്മൾ പേടിച്ചിരിക്കുമ്പോഴും നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറികളിൽ ഈ ബിരുദൻ കസേരയിട്ട് ഇരുന്ന് കഴിഞ്ഞിരിക്കുക. ചില ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെ ആയുധമേന്തി വന്ന റോബോട്ടുകൾ മനുഷ്യകുലത്തെ മുഴുവൻ വെടിവെച്ച് നശിപ്പിക്കുന്നതാണോ, അതോ നമ്മൾ പോലും അറിയാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI നമ്മളുടെ ചിന്തകളെ പോലും മാറ്റുന്നതാണോ യഥാർത്ഥ അപകടം എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് AI കാലത്താണ്. രാവിലെ എഴുന്നേറ്റ് വാട്സാപ്പ് തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് യൂട്യൂബ് നോക്കുന്നതുവരെ നമ്മളെ നിയന്ത്രിക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നോക്കൂ. AI വരുന്നു, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി പോകും, മനുഷ്യനെ വെല്ലുന്ന ബുദ്ധിയുമായി റോബോട്ടുകൾ, AI ലോകാവസാനത്തിന് കാരണമാകുമോ? ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാരായ നമ്മൾ ശരിക്കും പേടിച്ചുപോകും, അല്ലേ? ഇതിനെയാണ് നമ്മൾ AI ഹൈപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് ഉള്ളതിനേക്കാൾ 10 ഇരട്ടി വലിപ്പത്തിൽ ഒരു കാര്യത്തെ അവതരിപ്പിക്കുക. എന്നാൽ ഈ ഹൈപ്പിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ചില ഭീകരമായ സത്യങ്ങളുണ്ട്. അതിനെയാണ് റിയൽ ഡേഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, AI എന്ന സങ്കേതത്തെപ്പറ്റി മാധ്യമങ്ങൾ നിങ്ങളെ വെറുതെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. 2, നിങ്ങൾ ശരിക്കും പേടിക്കേണ്ടതും ജാഗ്രത പാലിക്കേണ്ടതുമായ ആ സൈലന്റ് അപകടങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് നോക്കാം, എന്താണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യമെന്ന് നോക്കാം. മാധ്യമങ്ങൾ നമ്മളെ വെറുതെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കാം. മാധ്യമങ്ങൾ റേറ്റിംഗിനു വേണ്ടി പലപ്പോഴും കാര്യങ്ങൾ വലുതാക്കി കാട്ടാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇവയാണ്. 1, ബോധമുള്ള മെഷീനുകൾ, ദ സെന്റിയന്റ് സ്മിത്ത്. വാർത്തകളിൽ നമ്മൾ കേൾക്കാറുണ്ട്, AIക്ക് വികാരമുണ്ടായി, അത് കരഞ്ഞു, അത് പ്രണയാഭ്യർത്ഥന നടത്തി എന്നൊക്കെ. സത്യത്തിൽ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. AI എന്നത് കോടിക്കണക്കിന് പുസ്തകങ്ങളും ഇന്റർനെറ്റ് ഡേറ്റയും വായിച്ചു പഠിച്ച ഒരു പ്രോഗ്രാം മാത്രമാണ്. ഉദാഹരണത്തിന്, ഒരു തത്തയെ ഹലോ എന്ന് പറയാൻ പഠിപ്പിച്ചാൽ അത് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല പറയുന്നത്, മറിച്ച് അങ്ങനെ പറഞ്ഞാൽ അതിന് ഭക്ഷണം കിട്ടുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതുപോലെ AI നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് അതിന് വികാരമുള്ളതുകൊണ്ടല്ല, മറിച്ച് മനുഷ്യർ അങ്ങനെയൊക്കെയാണ് സംസാരിക്കാറുള്ളത് എന്ന് ഡേറ്റയിൽ നിന്ന് അത് പഠിച്ചതുകൊണ്ടാണ്. ഹോളിവുഡ് സ്റ്റൈലിൽ റോബോട്ട് യുദ്ധം എന്ന പേടി. നിലവിൽ AI ഒരു സോഫ്റ്റ്വെയർ മാത്രമാണെന്നതാണ് സത്യം. അതിനൊരു ശരീരം പോലുമില്ല. റോബോട്ടിക്സ് ഇന്നും വളരെ സാവധാനം വളരുന്ന ഒരു മേഖലയാണ്. ഒരു റോബോട്ടിന് നമ്മുടെ വീട്ടിലെ ഒരു കിച്ചൺ ടൈലിൽ തട്ടി വീഴാതെ നടക്കാൻ പോലും ഇന്നും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ അവർ യുദ്ധം ചെയ്യാൻ വരുന്നു എന്നത് വെറും ഭാവന മാത്രമാണ്. സൂപ്പർ ഇന്റലിജൻസ് ഭീതി. AI മനുഷ്യനേക്കാൾ ബുദ്ധിമാനായാൽ നമ്മളെ അടിമകളാക്കുമോ? ഉദാഹരണത്തിന്, ചെസ് കളിക്കാൻ മനുഷ്യനേക്കാൾ കഴിവുള്ള AI ഉണ്ട്. പക്ഷേ ആ AIക്ക് ഒരു ചായ തിളപ്പിക്കാൻ അറിയില്ല. അതായത് ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം മിടുക്ക് കാണിക്കുന്ന മെഷീനുകളെ കണ്ട് അവ ലോകം കീഴടക്കുമെന്ന് കരുതുന്നത് തെറ്റാണ്. ഒറ്റയടിക്ക് എല്ലാവർക്കും ജോലി പോകുമെന്നത്. സത്യം പറഞ്ഞാൽ ചരിത്രത്തിൽ എല്ലാ സാങ്കേതിക വിദ്യകൾ വന്നപ്പോൾ ഇത് കേട്ടിട്ടുണ്ട്. ടൈപ്പ്റൈറ്റർ മാറിയപ്പോൾ കമ്പ്യൂട്ടർ വന്നു. അന്ന് ആളുകൾ പേടിച്ചു. പക്ഷെ സംഭവിച്ചതെന്താണ്? കമ്പ്യൂട്ടർ പഠിച്ചവർക്ക് കൂടുതൽ ശമ്പളമുള്ള ജോലി കിട്ടി. AI ഒരു ജോലിക്കാരനല്ല, അതൊരു സഹായി അഥവാ കോ പൈലറ്റാണ്. ഒരു 10ാം ക്ലാസ്സുകാരന് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ എൻട്രി പോലുള്ള ജോലികൾക്ക് ഭീഷണിയുണ്ടെങ്കിലും ചിന്തിച്ച് ചെയ്യേണ്ട ജോലികൾക്ക് എന്നും മനുഷ്യൻ തന്നെ വേണം. സിനിമയിലെ വില്ലന്മാരെ അല്ല, ഇനി പറയുന്ന ഈ സൈലന്റ് അപകടങ്ങളെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ഡീപ് ഫേക്ക്, കാണുന്നതെല്ലാം സത്യമല്ല എന്ന കാര്യം. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. ഒരാളുടെ മുഖവും ശബ്ദവും മാറ്റി മറ്റൊരാളാക്കി മാറ്റുന്ന വിദ്യ. ഉദാഹരണത്തിന്, നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഒരു വീഡിയോ സന്ദേശം അയക്കുന്നു. എടാ, ഞാനൊരു അത്യാവശ്യത്തിലാണ്, എനിക്കൊരു 5000 രൂപ ഗൂഗിൾ പേ ചെയ്യുമോ? ശബ്ദവും മുഖവും സുഹൃത്തിന്റേതു തന്നെ, പക്ഷെ അത് AI ഉണ്ടാക്കിയ വ്യാജ രൂപമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധു വീഡിയോ കോളിൽ വന്ന് ഞാൻ ഹോസ്പിറ്റലിലാണ്, അടിയന്തരമായി പണം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ലേ? ഈ തട്ടിപ്പിനെ AI വോയിസ് ക്ലോണിംഗ് എന്ന് വിളിക്കുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയക്കാരെ അപകീർത്തിപ്പെടുത്താനും കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ കൃത്രിമമായി, അതായത് നോൺ കൺസെൻഷ്വൽ ഡീപ് ഫേക്സ് നിർമ്മിക്കാനും ഇതുപയോഗിക്കപ്പെടുന്നു എന്നതാണ് ഇതിലെ അപകടം. 2, അൽഗോരിതം ബയസ്, അതായത് ഡിജിറ്റൽ വിവേചനം. AI തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പക്ഷപാതം കാണിക്കുന്നു എന്ന കാര്യം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബാങ്കിൽ ലോൺ കൊടുക്കാൻ AI ഉപയോഗിക്കുന്നുവെന്ന് കരുതുക. പണ്ടുകാലത്തെ ഡേറ്റ വെച്ചാണ് AI പഠിക്കുന്നത്.
പണ്ട് സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനോ ബാങ്കുകൾ ലോൺ കുറവാണ് നൽകിയിരുന്നതെങ്കിൽ AI വിചാരിക്കും അവർക്ക് ലോൺ കൊടുക്കാൻ പാടില്ല എന്ന്. അതേപോലെ ഒരു കമ്പനിയിൽ ആളെ എടുക്കാൻ AI ഉപയോഗിച്ചാൽ അത് പണ്ട് മുതലേയുള്ള രീതികൾ നോക്കി പുരുഷന്മാർക്ക് മാത്രം മുൻഗണന നൽകിയേക്കാം. ഇത് അറിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് അത് പഠിച്ച ഡേറ്റയിലെ പ്രശ്നം കൊണ്ടാണ്. മനുഷ്യർ ചെയ്യുന്ന അതേ തെറ്റുകൾ AI ആവർത്തിക്കുന്നു, പക്ഷെ ഇത് മെഷീൻ ആയതുകൊണ്ട് നമ്മളത് ശരിയാണെന്ന് വിശ്വസിച്ചു പോകുന്നു. എക്കോ ചേംബേഴ്സ് ആൻഡ് മാക്രോ മാനിപ്പുലേഷൻ, അതായത് യൂട്യൂബും ഫേസ്ബുക്കും നമ്മളെ ഒരു പ്രത്യേക ചിന്താഗതിയിൽ തളച്ചിടുന്നു എന്ന ഭീകര സത്യം. ഉദാഹരണമായി, നിങ്ങളൊരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയുടെ വീഡിയോ കണ്ടാൽ AI പിന്നെ അങ്ങനെയുള്ള വീഡിയോകൾ മാത്രമേ കാണിക്കൂ. എതിർവശത്തുള്ള സത്യങ്ങൾ നിങ്ങൾ ഒരിക്കലും അറിയുന്നില്ല. ഇത് നിങ്ങളുടെ ചിന്താഗതിയെ ഇടുങ്ങിയതാക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാനുള്ള അവസരം ഇല്ലാതാക്കി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും ഇത് കാരണമാകും. ഇത് ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്താനും സമൂഹത്തെ തമ്മിലടിക്കാനും കാരണമായേക്കാം. നമ്മൾ എന്ത് ചിന്തിക്കണമെന്ന് നമ്മളല്ല, മറിച്ച് പുറകിലിരിക്കുന്ന അൽഗോരിതം തീരുമാനിക്കുന്നു. സ്വകാര്യതയുടെ അന്ത്യം അഥവാ മാസ് സർവേലൻസ്. നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് വാങ്ങുന്നു എന്ന് AI നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒന്ന് തിരഞ്ഞാൽ അടുത്ത നിമിഷം അതിന്റെ പരസ്യം വരുന്നു. നമ്മുടെ സ്വഭാവം, ഇഷ്ടങ്ങൾ, രാഷ്ട്രീയ ചായ്വ് എല്ലാം AI നിരീക്ഷിക്കുന്നുണ്ട്. ഇത് വൻകിട കമ്പനികൾക്ക് നമ്മളെ നിയന്ത്രിക്കാൻ അവസരം നൽകുന്നു. ഉദാഹരണത്തിന്, ചൈന പോലുള്ള രാജ്യങ്ങളിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കുറ്റവാളികളെ കണ്ടെത്താൻ ഫേഷ്യൽ റെക്കഗ്നിഷൻ ഉപയോഗിക്കുന്നു. ഇത് നല്ല കാര്യമാണെന്ന് തോന്നും, പക്ഷേ ഗവൺമെന്റ് വിചാരിച്ചാൽ സാധാരണക്കാരായ പൌരന്മാരുടെ ഓരോ ചലനവും നിരീക്ഷിക്കാനും അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് മനസ്സിലാക്കാം. ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ മുന്നിലും അറിവിലുമുള്ള കാര്യങ്ങളാണെങ്കിൽ, ഇത് കൂടാതെ ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന ചില അദൃശ്യ ഭീഷണികൾ എന്താണെന്ന് കൂടി നോക്കാം. 1. വൈജ്ഞാനിക മതി, അതായത് കോഗ്നിറ്റീവ് അട്രോഫി. ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുക. അതായത് മനുഷ്യന്റെ തലച്ചോർ ഒരു മസിൽ പോലെയാണ്, ഉപയോഗിക്കും തോറും അത് ശക്തിപ്പെടും. എന്നാൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും, ലളിതമായ കണക്കുകൾ മുതൽ ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ വരെ AIയെ ആശ്രയിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ തലച്ചോർ തുരുമ്പിച്ചു തുടങ്ങും. ഇതിനെയാണ് കോഗ്നിറ്റീവ് അട്രോഫി എന്ന് വിളിക്കുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ AI ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമെന്നതാണ് ഇതിലെ അപകടം. സങ്കീർണമായൊരു പ്രശ്നം വന്നാൽ അത് വിശകലനം ചെയ്യാനോ ഒരു ക്രിയേറ്റീവ് ഐഡിയ കണ്ടെത്താനോ ഉള്ള ശേഷി നമുക്ക് നഷ്ടപ്പെടും. മനുഷ്യബുദ്ധി വെറും ഒരു പ്രോംപ്റ്റ് നൽകുന്ന സംവിധാനമായി ചുരുങ്ങിപ്പോകും. അദൃശ്യമായ സ്വാധീനം അഥവാ ഹൈപ്പർ പേഴ്സണലൈസ്ഡ് മാനിപ്പുലേഷൻ. നിലവിൽ സോഷ്യൽ മീഡിയ അൽഗോരിതം നമുക്കിഷ്ടമുള്ളത് കാണിച്ചു തരുന്നു. എന്നാൽ ഭാവിയിലെ AI നമ്മുടെ മാനസികാവസ്ഥ അഥവാ സൈക്കോളജി വരെ പഠിക്കും. നമ്മൾ എപ്പോൾ സങ്കടപ്പെടും, ഏതു വാക്കുകൾ കേട്ടാൽ നമുക്ക് ദേഷ്യം വരും എന്ന് AI കൃത്യമായി മനസ്സിലാക്കും. ഇതുപയോഗിച്ച് രാഷ്ട്രീയക്കാരോ വൻകിട കമ്പനികളോ നമ്മളറിയാതെ നമ്മുടെ മസ്തിഷ്കത്തെ ഹാക്ക് ചെയ്താൽ അത് അപകടമാകും. നമ്മൾ സ്വയം എടുക്കുന്ന തീരുമാനങ്ങളാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ സത്യത്തിൽ അത് AI നമ്മളെക്കൊണ്ട് എടുപ്പിക്കുന്ന തീരുമാനങ്ങളായിരിക്കും. ജനാധിപത്യം തന്നെ ഇതിലൂടെ അട്ടിമറിക്കപ്പെടാം. ബയോളജിക്കൽ ഡിസൈൻ റിസ്ക് അഥവാ AI അസിസ്റ്റഡ് ബയോ ടെററിസം. ഇന്ന് കോടിക്കണക്കിന് വൈറസുകളുടെയും മരുന്നുകളുടെയും കെമിക്കൽ ഫോർമുലകൾ AIയുടെ പക്കലുണ്ട്. ശാസ്ത്രജ്ഞന്മാർക്കിത് മരുന്ന് കണ്ടുപിടിക്കാൻ ഉപകരിക്കുമെങ്കിൽ ഒരു ക്രിമിനലിന് ഇത് വിനാശകരമായ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കും. ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാരകമായ അസുഖമുണ്ടാക്കുന്ന ഒരു വൈറസിനെ ലാബിൽ നിർമ്മിച്ചെടുക്കാൻ AIക്ക് നിമിഷങ്ങൾ മതി എന്ന അവസ്ഥ ഉണ്ടായാൽ, മരുന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മാരകമായ പരീക്ഷണങ്ങൾ ചെയ്യാൻ സാധാരണക്കാർക്ക് പോലും AI വഴി സാധിക്കുമെന്നത് മനുഷ്യവംശത്തിന് തന്നെ ഭീഷണിയാണ്. ഉത്തരവാദിത്വമില്ലായ്മ അഥവാ ദി അക്കൌണ്ടബിലിറ്റി വാക്യൂം. ഒരു മനുഷ്യൻ തെറ്റു ചെയ്താൽ നമുക്ക് അയാളെ ശിക്ഷിക്കാം. എന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്നത് പൂർണ്ണമായും ഒരു അൽഗോരിതമാകുമ്പോൾ അവിടെ ഒരു ഉത്തരവാദിത്വ ശൂന്യതയുണ്ടാകുന്നു. ഒരു AI നിയന്ത്രിക്കുന്ന ഡ്രോൺ തെറ്റായ ഒരാളെ കൊല്ലപ്പെടുത്തിയാലോ ഒരു AI ബാങ്ക് സോഫ്റ്റ്വെയർ നിങ്ങളുടെ പണം മുഴുവൻ ഇല്ലാതാക്കിയാലോ ആരെ ശിക്ഷിക്കും? കമ്പനികൾ കൈമലരും. നിയമത്തിന് മെഷീനെ ജയിലിലിടാൻ കഴിയില്ലല്ലോ. ഇത് സമൂഹത്തിൽ വലിയ അരാജകത്വമുണ്ടാക്കും. ഡിജിറ്റൽ ഏകാന്തതയും ബന്ധങ്ങളുടെ തകർച്ചയും അഥവാ ഇമോഷണൽ റീപ്ലേസ്മെന്റ്. മനുഷ്യനേക്കാൾ നന്നായി നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളോട് മടുപ്പ് കാണിക്കാത്ത AI സുഹൃത്തുക്കളും AI പങ്കാളികളും ഒരുപക്ഷെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവാൻ തരമില്ല. യഥാർത്ഥ മനുഷ്യരുമായി ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന വിട്ടുവീഴ്ചകളും പ്രശ്നങ്ങളും ഒഴിവാക്കാൻ ആളുകൾ AI ബന്ധങ്ങളെ തിരഞ്ഞെടുക്കും. ഇത് മനുഷ്യർക്കിടയിലുള്ള സഹാനുഭൂതിയും സ്നേഹവും ഇല്ലാതാക്കി നമ്മളെ ഒരു ഡിജിറ്റൽ ഏകാന്തതയിലേക്ക് തള്ളിവിടും. ഡേറ്റ മലിനീകരണം അഥവാ സത്യാനന്തര ലോകം. ഇന്റർനെറ്റിലെ വീഡിയോ, ലേഖനം, ചിത്രം എന്നിങ്ങനെയുള്ള ഉള്ളടക്കം ഭൂരിഭാഗവും AI നിർമ്മിക്കുന്ന അവസ്ഥ വരും. AI നിർമ്മിച്ച ഡേറ്റയിൽ നിന്ന് വീണ്ടും AI പഠിക്കുമ്പോൾ വിവരങ്ങൾ വികലമാക്കപ്പെടും. ഇതിനെ മോഡൽ കൊളാപ്സ് എന്ന് വിളിക്കുന്നു.
പണ്ട് നടന്ന ചരിത്ര സംഭവങ്ങൾ പോലും AI മാറ്റിയെഴുതിയേക്കാം. ലോകത്തേതാണ് സത്യം, ഏതാണ് കള്ളം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ വരും. സത്യമെന്നൊന്നില്ലാത്ത പോസ്റ്റ് ട്രൂത്ത് ലോകമായി ഇത് മാറും. ഇത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കരമായ സിനിമ പോലെ തോന്നാം. പക്ഷെ ഈ മാറ്റങ്ങൾ നമ്മുടെ പടിക്കലെത്തിക്കഴിഞ്ഞു. നമ്മൾ സിനിമയിലെ റോബോട്ട് വില്ലന്മാരെ പേടിച്ചിരിക്കുമ്പോൾ നമ്മുടെ പുറകിലൂടെ ഈ അപകടങ്ങൾ നമ്മുടെ ജീവിതം കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും നാളെ സംഭവിക്കില്ലായിരിക്കാം, പക്ഷെ 10 വർഷം മുൻപ് നമ്മൾ സ്മാർട്ട് ഫോണിനെ കണ്ടതുപോലെയാണിത്. ഇന്ന് നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നാളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ലോകത്തായിരിക്കും നമ്മൾ ജീവിക്കുക. AI ഉയർത്തുന്ന ഭീഷണിയിൽ നിന്ന് നമുക്കെങ്ങനെ സുരക്ഷിതരായിരിക്കാം? നമ്മൾ ഇതുവരെ AIയെക്കുറിച്ചുള്ള പേടികളും യാഥാർത്ഥ്യങ്ങളും കണ്ടു. ഇനി നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ തോറ്റുകൊടുക്കണോ? അതോ ഫോൺ ദൂരെ എറിയണോ? വേണ്ട. പകരം ഇനി പറയുന്ന 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. 1. പോസ് ആൻഡ് റിഫ്ലക്ട്. ഒരു നിമിഷം ആലോചിക്കുക. ഓൺലൈനിൽ കാണുന്ന ഒന്നിനോടും പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ മകന്റെ ശബ്ദത്തിൽ ഒരു കോൾ വരുന്നു: അച്ഛാ, ഞാൻ പോലീസ് സ്റ്റേഷനിലാണ്, പെട്ടെന്ന് പൈസ വേണമെന്ന്. നമ്മൾ പേടിച്ചു പോകും, അല്ലേ? അവിടെയാണ് AI നമ്മളെ തോൽപ്പിക്കുന്നത്. അത്തരം സമയങ്ങളിൽ പൈസ അയക്കുന്നതിനു മുൻപ് ആ ഫോൺ കട്ട് ചെയ്ത് തിരിച്ച് മകനെയോ അവന്റെ സുഹൃത്തിനെയോ വിളിച്ച് സത്യം ബോധ്യപ്പെടുക. കാണുന്നത് വിശ്വസിക്കരുത് എന്ന പുതിയ കാലത്തെ മന്ത്രം ശീലിക്കുക. 2. AI ഉപയോഗിക്കാൻ പഠിക്കുക. അപ്സ്കില്ലിംഗ്. AI നിങ്ങളുടെ ജോലി കളയുമെന്നല്ല, പകരം AI ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾ നിങ്ങളുടെ ജോലി കൊണ്ടുപോകുമെന്നതാണ് സത്യം. നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ പാഠഭാഗങ്ങൾ തയ്യാറാക്കാൻ ChatGPT, ജെമിനൈ പോലെയുള്ള AI ടൂളുകൾ ഉപയോഗിക്കാം. നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ നിങ്ങളുടെ പരസ്യങ്ങൾ തയ്യാറാക്കാൻ AI ടൂളുകൾ ഉപയോഗിക്കാം. സാങ്കേതിക വിദ്യയെ ശത്രുവായി കാണാതെ ഒരു സഹായിയായി കൂടെ കൂട്ടുക. ഇത് നിങ്ങളെ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തിക്കും. 3. ഡിജിറ്റൽ അതിരുകൾ നിശ്ചയിക്കുക. സെറ്റിംഗ് പ്രൈവസി ബൗണ്ടറീസ്. നമ്മുടെ ഡേറ്റയാണ്, അഥവാ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയാണ് AIയുടെ ആഹാരം. അത് കുറച്ചു കൊടുക്കുക. ഉദാഹരണമായി പറഞ്ഞാൽ, ആവശ്യമില്ലാത്ത ആപ്പുകൾക്ക് ക്യാമറ, മൈക്രോഫോൺ പെർമിഷൻ നൽകാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഓരോ ചലനവും, ലൊക്കേഷൻ, പേഴ്സണൽ ഇൻഫോ മുതലായവ പങ്കുവെക്കുന്നത് കുറയ്ക്കുക. നിങ്ങളുടെ വിവരങ്ങൾ എത്രത്തോളം കുറച്ചു നൽകുന്നുവോ അത്രത്തോളം സുരക്ഷിതരാണ് നിങ്ങൾ. 4. വിമർശനാത്മകമായ ചിന്ത. ക്രിട്ടിക്കൽ തിങ്കിംഗ്. സോഷ്യൽ മീഡിയ കാണിച്ചു തരുന്ന വാർത്തകൾ മാത്രം വിശ്വസിക്കരുത്. വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വാർത്തകൾ വായിക്കുക. ഒരു വാർത്ത കണ്ടാൽ അതിനു പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ചിന്തിക്കുന്ന മനുഷ്യനെ തോൽപ്പിക്കാൻ ഒരു AIക്കും കഴിയില്ല. അപ്പൊ സുഹൃത്തുക്കളെ, AI എന്നത് ഒരു ഭീകരജീവിയല്ല, മറിച്ച് മനുഷ്യൻ ഇന്നോളം നിർമ്മിച്ചതിൽ ഏറ്റവും ശക്തിയുള്ള ഒരു ആയുധമാണ്. കത്തി ഉപയോഗിച്ചുകൊണ്ട് കറിക്കരിയാനും ഒരാളെ കൊല്ലാനും സാധിക്കുമെന്ന് പറയുന്നത് പോലെ AI എന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്വയം മുറിവേൽക്കണോ, അതോ അതുപയോഗിച്ച് ജീവിതം മെച്ചപ്പെടുത്തണോ എന്നുള്ള തീരുമാനം മറ്റാരുടെയുമല്ല, നമ്മളുടെ സ്വന്തം കൈകളിലാണ്. ഒന്നോർത്ത് നോക്കിക്കേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തീ കണ്ടുപിടിച്ചപ്പോൾ മനുഷ്യൻ ഭയന്നിട്ടുണ്ടാകാം. വീടിന് അവൻ ഉപയോഗിക്കുന്ന വസ്തുവകകൾക്കെല്ലാം തീ പിടിക്കുമെന്ന്. പക്ഷേ തീയെ വരുതിയിലാക്കാൻ മനുഷ്യൻ പഠിച്ചു. അതുപയോഗിച്ചു നിരവധി പ്രവർത്തനങ്ങൾ, നിത്യോപയോഗ പ്രവർത്തനങ്ങൾ ചെയ്യാൻ മനുഷ്യൻ പഠിച്ചു. വൈദ്യുതി കണ്ടുപിടിക്കപ്പെട്ടപ്പോഴും ഒരുപക്ഷെ ഭയന്നിട്ടുണ്ടാവാം, ഷോക്ക് കേൾക്കുമെന്ന് ഭയന്നിട്ടുണ്ടാവാം. പക്ഷേ അതുപയോഗിച്ച് നമ്മൾ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റി. അതുപോലെ തന്നെയാണ് AI. ഇതൊരു അത്ഭുത വിളക്കാണെന്ന് പറയാം. AI എന്ന ഈ സങ്കേതത്തെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനും വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനും ഒരുപക്ഷെ ലോകത്തെ ദാരിദ്ര്യം കുറയ്ക്കാനും സാധിച്ചേക്കാം. അതുകൊണ്ട് ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. അപ്പോൾ അടുത്ത തവണ AI ഇതാ ലോകം പിടിച്ചിറക്കുന്നു എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ മീഡിയ ഹൈപ്പ് കാണുമ്പോൾ അത് അതിൻ്റെതായ വില മാത്രം കൊടുത്തുകൊണ്ട് ചിരിച്ചു തള്ളുക. പക്ഷെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന അപരിചിതമായ കോളോ മെസ്സേജുകളോ അല്ലെങ്കിൽ പണം ചോദിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളോ വരുമ്പോൾ അത് AI ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പാണോ എന്ന് ഉറപ്പായിട്ട് സംശയിക്കണം. അവിടെയാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. തീർച്ചയായിട്ടും ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റത്തിന്റെ വലിയൊരു പാതയിലാണ്. ആ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക. പക്ഷെ നിങ്ങളുടെ വിവേകം അതാർക്കും പണയം വെക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വിഷയം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും പങ്കുവെച്ച് നൽകുക. കാരണം സാങ്കേതിക വിദ്യ എല്ലാവർക്കും ഉള്ളതാണ്. അതിന്റെ അറിവ് എല്ലാവരിലേക്കും എത്തുകയും വേണം. കമന്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.